അല്ല ശരി കാലൊഴിഞ്ഞ് അതും കൂടി എല്ലാവരും മരകിരിക്ക കൊല്ലാത്തു വിലകിരിക്ക അമ്പത്തിട്ട അണ്ട പത്തിരിക്ക അയ്യപ്പാ ഇതല്ലോ. സോ ഞങ്ങൾ എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് കയറി ഗൈസ്. ഇനി ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തിട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ ചെക്കിങ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ എവിടെ ഇരിക്കുന്നത്? ഞങ്ങൾക്ക് 8:30 ഇവിടുന്ന് ഫ്ലൈറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ എവിടേക്കാ പോണ ഇപ്പൊ പറയണ്ടേ? ഇത് ഫുൾ കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ പോലീസുകാരൊക്കെ ഞങ്ങളോട് ഭയങ്കര കമ്പനി. എവിടെന്നാ ഇവളെവിടെ സ്ഥലം ചോദിച്ചു. ഇവളുണ്ടോ പൂവത്തിക്കല് പറഞ്ഞപ്പോ പോലീസ് ചോദിച്ചു, ഓ പൂവത്തി കണ്ടിയോ? കേട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്ക് ചെയ്യുന്നതേ അന്ന് തപ്പിയില്ലേ? അപ്പൊ അതൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങള് ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്യണം. ഗേറ്റ് നമ്പർ 6 ആണ് ഞങ്ങളുടെ ഗേറ്റ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. ഞങ്ങളെ കണ്ടിട്ട് ഇവർക്കൊക്കെ രണ്ടാളും ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ട് വന്നിട്ട് പൊട്ടന്മാരെ പോലെ തോന്നുന്നു. എല്ലാവരും ഞങ്ങളോട് ചോദിക്കുക എവിടേക്കാ കറങ്ങാൻ പോവാലേ? നിങ്ങളറിയില്ല ഞങ്ങള് ഇങ്ങനെ വേറൊരു ആവശ്യത്തിന് പോവാണ്. അപ്പോൾ അവരിങ്ങനെ ഓ അത് ശരി. അപ്പം എന്താ ചെയ്യണേ? ഞങ്ങൾ പറഞ്ഞില്ല എന്താ ചെയ്യണേ. എന്താ ചെയ്യണേ നീ? നിങ്ങൾ പറഞ്ഞു വി ആർ ഡോക്ടേഴ്സ്. ബാക്കി പറയണില്ല. അത് സർപ്രൈസ്. അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഒരു പോലീസുകാർ തോക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വെറുതെ എന്തിനാ. അപ്പോൾ ബാക്കി ചോദിച്ചു എന്ത് ജിം എടുക്കണമെന്ന്. ഇവള് ആൾക്കാരുടെ വർത്താൻ പറയാൻ പറ്റില്ല. മുന്നേ തള്ളു. ഇതവിടെ പരിപാടി എന്താണ് കഴിവിൻ്റെ വയ്യ എൻ്റെ ബൈസെപ്സ് ട്രൈസെപ്സ്. അത് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ കണ്ടോ ഒരേപോലത്തെ അല്ലേ? വീഡിയോയിൽ ശരിക്കും ഒരേപോലെ ഉണ്ടല്ലേ? ഒരേപോലെയോ? ആൾക്കാരൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട് ഞങ്ങൾ എന്തായി ചെയ്യുന്നത്. ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ലിങ്ക് കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ലിങ്ക് ഉണ്ട്. ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ. അപ്പം ഞങ്ങളിനി വാഷ്റൂമിൽ മൂത്രയ്ക്കുണ്ട്. ഞങ്ങൾ മൂത്രയ്ക്ക് കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ കഴിക്കാൻ വേണ്ട, കഴിക്കാൻ കുറച്ച് സാധനങ്ങൾ വേവിച്ചെണ്ണ ശരിക്കാം. ഞങ്ങൾ മൂത്രയ്ക്കാൻ പോകും. വളിഞ്ഞ കീഴിലെ ഞങ്ങൾ ഫ്ലൈറ്റ് കയറാൻ നിൽക്കുകയാണ്. ഗേറ്റ് നമ്പർ 6 കല്യാണത്തിന്റെ സമയത്തും ഇപ്പൊ കുറച്ച് വെളിച്ചം വന്നിട്ടുണ്ട്. അപ്പം നമ്മള് ഇവിടുന്ന് ഹൈദരാബാദ് ഹൈദരാബാദ് എത്തിയിട്ട് കാണാം. ഇതിലേക്ക് ഞങ്ങൾ വരുന്നത് ഹൈദരാബാദ് എത്തി. അങ്ങനെ ഞങ്ങൾ ഹൈദരാബാദ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു. അടുത്തത് ഞങ്ങൾ ഇനി ഇവിടെ ലോഞ്ചിൽ കയറാൻ പറ്റുമെന്ന് നോക്കും. എന്നിട്ട് ഞങ്ങൾ ലോഞ്ചിൽ കയറും.
എന്നിട്ട് ഞങ്ങൾ ചിലപ്പോ ഒന്ന് ഉറങ്ങും, ഫുഡൊക്കെ കഴിച്ചിട്ട് വാഷ്റൂം ഒക്കെ ഒന്ന് യൂസ് ചെയ്യാണ്ട്. സോ ബാക്കി കാര്യങ്ങൾ വി വിൽ അപ്ഡേറ്റ് അല്ലേ. എനിക്ക് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? ഹൗ ഡു യു ഫീൽ? ഇറ്റ്സ് നൈസ് ഗൈസ്, ഹൈദരാബാദ് നൈസ് ആണ്. എനിക്ക് കണ്ടപ്പോ ഹൈദരാബാദ്. അപ്പൊ ശരി ഗായ്സ്, നമ്മളിവിടെ ഹൈദരാബാദ് ലാൻഡ് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങള് ഇതെന്താന്ന് ചെയ്യുന്നുണ്ടാവും. ഇത് ഷെയ്ഖ് അബ്ദുള്ള അതല്ല, എന്താ സംഭവിച്ചു വെച്ചാല് ഞാൻ മെഹന്തി ഇട്ടിരുന്നത് അതിൽ ഈ വിരലിലും. അപ്പോഴാണ് അതിൻ്റെ ചതി മനസ്സിലായത്. ബയോമെട്രിക്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ മെഹന്തി ഇട്ടാൽ തമ്പൊന്നും ഇതാവില്ല എന്ന് എൻ്റെ ഒരു ജൂനിയർ അവസാന മൊമെൻറ്റിൽ മെസ്സേജ് അയച്ച് പറഞ്ഞു. അപ്പോൾ ഇവളെന്തോ ഒരു ഹാക്ക് ഗൂഗിളിൽ നോക്കിയിട്ട് പേസ്റ്റ് തേച്ച് വെച്ചാൽ പോകുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഹൈദരാബാദ് വാഷ്റൂമിൻ്റെ അവിടെ വന്നിട്ട് പേസ്റ്റ് തേച്ചിട്ട് ഇങ്ങനെ ഇരിക്കാണ്. പോയിട്ടില്ലെങ്കിൽ ഇവളെ ഞാൻ ബയോമെട്രിക്സ് എടുക്കാൻ അയക്കൂല. ഇല്ലാന്നുണ്ടെങ്കിൽ പോവും ഗൈസ്. എൻ്റെത് പോയാൽ ഓക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും, എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവക്കും കിട്ടില്ല. പിന്നെ ഞങ്ങളോട് വരാമെന്ന് പറ്റിച്ച് കുറച്ച് പേരുണ്ടായിരുന്നു. അങ്ങനെയില്ല, ഞങ്ങൾ പോയിട്ട് മടങ്ങി വരാൻ വേണ്ടിയിട്ട് ഞാൻ തിരിച്ചു വിളിക്കുന്ന ഒരാളുണ്ട്. പക്ഷെ ഞങ്ങളിനി തിരിച്ച് നാട്ടിലേക്കില്ല ഗൈസ്. എനിക്ക് ഇഷ്ടമാണ് നാട്, എനിക്ക് ഇഷ്ടമല്ല. സോ ഞങ്ങൾ വല്ല ഹൈദരാബാദിലോ ഡൽഹിയിലോ ആ പാട്ട് പാടി ഞങ്ങൾ അവിടെ ജീവിക്കും. ഞങ്ങൾ ചിൽ ചെയ്യാൻ പോയതാ, നിങ്ങൾക്കറിയില്ല. പിന്നെ അപ്പോ ഞങ്ങൾ കുറച്ച് ഇത് വർക്കായാല് ഗൈസ് ഞാൻ ഞങ്ങളല്ല നിങ്ങൾക്ക് പുതിയൊരു ഹാക്ക് പരിചയപ്പെടുത്തി തരും. ഇൻസ്റ്റന്റ്ലി ഇങ്ങനെ ഹൗ ടു റിമൂവ് മെഹന്തി സ്റ്റെയിൻ അല്ലെങ്കിൽ കുറെ ഹാക്കുകൾ ഉണ്ട് എൻ്റെ അടുത്ത്. ബട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ എന്തൊക്കെ ചെയ്യണം ഗൈസ്? ഇനി ഇങ്ങനെ ഒന്നും മിണ്ടാണ്ടിക്കോ പട്ടി. ഇതിട്ട തൊലി തന്നെ പോകുക. അങ്ങനെങ്ങാനും പോയാ കത്തണമൊന്നുണ്ടോ? കത്തണമൊന്നുമില്ല. എക്സ്ക്യൂസ് മീ. പിന്നെ എന്താ പറഞ്ഞ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. ആണ് ഇവളിപ്പം കന്നഡ മാത്രമേ ಗೊತ್ತು. പാവം എന്താ പറയുക, കന്നഡയല്ല. എന്താ ഷഡ്ഡി ഉടുത്തായോ, എന്താ ഷഡ്ഡി തെಗಿದ್ರೆ ഇത് കാണുന്ന കന്നഡക്കാരന്നെ. ഇവിടെ എയർപോർട്ടിൽ ഇരുന്നിട്ട് ഷഡ്ഡി തെಗಿದ್ರೆ. അപ്പോൾ ഗൈസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഹാക്ക് റെഡി ആവുമെന്ന് നമുക്ക് നോക്കാം. നമുക്കാണെങ്കിൽ കുറച്ച് ഇത് ഹാൻഡ് വാഷ് വെച്ചുള്ളൂ. ലെറ്റ്സ് സീ. ഒരു കഷ്ണെങ്കിലും പോകാൻ മതിയായിരിക്കും. കുറച്ചെങ്കിലും പോകുന്നില്ല, അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ. പോരുണ്ട്. എനിക്ക് തോന്നുന്നു അതിന്റെ എഫക്റ്റ് കുറയ്ക്കുന്നു. എനിക്ക് ഒരച്ചു വെച്ച ആ ഫിംഗർ പ്രിന്റ് പോക്കാൻ നിൽക്കുന്നു കേട്ടോ. നമുക്ക് ലെമൺ വെച്ചിട്ടുള്ള ട്രിക്ക് നോക്കാം. ലെമൺ വെച്ചിട്ട് ഉരച്ചോക്കാം. ഇപ്പൊ അതൊന്ന് മങ്ങിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഹാക്ക് ഡിഡ്ന്റ് വർക്ക് ഗൈസ്. നിങ്ങൾ ഇവളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം,
സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ എവിടേക്ക് ഇടണം? ടെലിഗ്രാം, ഇൻസ്റ്റഗ്രാം, അങ്ങനെ ഇല്ല. ഞാൻ അങ്ങനെ പരിചയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. നീ ഇത് ഫേമസ് അല്ലേ? ഹൈദരാബാദ് എയർപോർട്ടിൽ നിന്ന് വീണ്ടും മറ്റൊരു അനുഭവം. ഞങ്ങളിങ്ങനെ ഒന്ന് മിണ്ടാടുക്കോ. വാഷ്റൂമില് ഞങ്ങളിങ്ങനെ കൈ കഴുകുന്നു, ഇതിന്റെ ഹാക്ക് പരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പം അവിടുത്തെ അടിച്ചു തുടക്കുന്ന ഒരു ചേച്ചി വന്നിട്ട് ഞങ്ങളോട് ചായ വീട്ടേ വേണ്ട. അപ്പൊ അതല്ല, ചായ പീറ്റേ, പൈസ ഞങ്ങള് സോറി ബൈ, ഞാൻ അത്രക്കാരില്ല, പൈസ ഒന്നും ഇല്ല പോകുന്നു. ഇല്ല, ഞങ്ങളൊന്നും കൊടുത്തതുമില്ല ഗൈസ്, ഞങ്ങളൊന്നും മേടിച്ചിട്ടുമില്ല, ആരും തരുന്നുമില്ല, ഞങ്ങൾ ആർക്കും കൊടുക്കത്തുമില്ല. അപ്പൊ ഗൈസ്, ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാം. പല പല ഹാക്കുകളും ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഗൈസ്. അപ്പൊ ഞങ്ങള് എന്ത് ചെയ്തു, അമ്മച്ചിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടിട്ട് ഞങ്ങളിപ്പോ ഡൊമസ്റ്റിക് ട്രാൻസ്ഫർക്ക് വന്നേക്കാണ്. ഞങ്ങൾക്ക് അടുത്ത ഫ്ലൈറ്റ് എടുക്കണം. എന്തായാലും ഞങ്ങൾ പൈസ കൊടുത്തില്ല, കാരണം ഞങ്ങൾക്ക് പൈസ അല്ലല്ലോ. അങ്ങനെ ആ പേടി ഞങ്ങൾക്കില്ല. പിന്നെ എന്താ പ്രശ്നം ചോദിച്ചാൽ, എനിക്ക് വിഷുക്കൈ നീട്ടം കിട്ടിയത് 400 രൂപയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഗൈസ്, എൻ്റെ ഈ കാർഡ് വർക്കാവും. 2 limits left, ma'am. അങ്ങനെ 1 മണിക്കൂറല്ല 2 മണിക്കൂറത്തെ ലോഞ്ച് വാസത്തിന് ശേഷം ഞങ്ങൾ അതിൽ നിന്ന് ഇറങ്ങി. എക്സ്ക്യൂസ് മീ, എല്ലായിടത്തും ഹാപ്പി വിഷു ഗൈസ്, ഹാപ്പി വിഷു. 14-ാം തീയതി ആയില്ലേ? അപ്പം ഞങ്ങൾക്ക് ഇന്ന് 4:30 to 5:30 ആണ് ഞങ്ങൾ അപ്പോയിൻമെൻറ്റ് ടൈം. ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് അടുത്ത ഫ്ലൈറ്റ് വന്നിട്ട് 6 o'clock എന്നിട്ട് ഞങ്ങൾ 8 o'clock ആകുമ്പോൾ അവിടെ എത്തും. അറിയിനെ കൊണ്ട് ഗൈസ്, അങ്ങനെ ഞങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഹൈദരാബാദ് എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ആ ഗേറ്റ് നമ്പർ കിട്ടിയിട്ടുണ്ട്, 113. അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ താഴെ ഗേറ്റിൻ്റെ അവിടെ വന്നപ്പം ഭയങ്കര തണുപ്പ്. ഞങ്ങളാണെങ്കിൽ കുറച്ച് കാറ്റും വെളിച്ചം കയറിക്കോട്ടെ കരുതിയിട്ട് ഓവറാക്കിയിട്ട് സ്കേർട്ടുമ്പോഴാണ് ഈ ഫ്രോക്കൊക്കെ ഇട്ടിട്ട് വന്ന് പെരും തണുപ്പ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, മുകളിലേക്ക് തന്നെ കയറി. മുകളിൽ കഴിക്കാനൊക്കെ കിട്ടുമോ നോക്കട്ടെ, കഴിച്ചിട്ട് കാണാം. വിശക്കുന്നുണ്ട്, ബോഡി ഭയങ്കര തണുക്കുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചാൽ ചിലപ്പോൾ ഹീറ്റാവും, ചിലപ്പോൾ നല്ല ഹീറ്റാവും. അങ്ങനെ ഞങ്ങൾ അടുത്ത ഫ്ലൈറ്റ് കയറുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്ത ഫ്ലൈറ്റും ബോർഡായിട്ടുണ്ട്. എനിക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയത്. ഏതൊരു ഞാൻ 10 നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ കുറച്ചുനേരം ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴത്തിന് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തും. ഫ്രം ദർ ഞങ്ങൾ എന്താ പ്ലാൻ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഫൈനലി ഡൽഹി എത്തി. ഞങ്ങൾ ബാഗേജ് കളക്ട് ചെയ്യാൻ പോവാണ്. മെട്രോ പിടിക്കാൻ വേണ്ടിയിട്ട് ടയേർഡായി. ഞങ്ങൾ പട്ടികളായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അവിടെ എത്തിയിട്ട് ഞങ്ങൾ റൂം എന്തെങ്കിലുമൊക്കെ നോക്കും. ഇപ്പം ഞങ്ങളിങ്ങനെ മെട്രോൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശക്കുണ്ട്, ദാഹിക്കുന്നുണ്ട്, ഉറക്കം വരുന്നുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട്? പിന്നൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. അടുത്തതായിട്ട് ഞങ്ങൾ പാടാൻ പോകുന്നത് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സോങ് ആണ്. സോ ഇഫ് യു ലൈക്ക് ഇറ്റ്, ഡു ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്. പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. മറ്റേ റീമിക്സ് വേണമെങ്കിൽ വരെ ചെയ്യാം.
Amana Apache, Apache de na, Apache de go, Apache down, Apache good, Apache Amana Apache de na, Apache de go, Apache down, Apache good, Apache. Thank you guys.